ഭീകരർ മായ്ച്ച സിന്ദൂരത്തിന് പകരമായി പാക് ഭീകരവാദികളുടെ ചുടുചോര കൊണ്ടാണ് ഭാരതത്തിൻ്റെ സൈന്യം സഹോദരിമാരുടെ കണ്ണുനീരിന് മറുപടി നൽകിയത്. ആ വിവരം ലോകത്തെ അറിയിക്കാൻ പ്രതിരോധ മന്ത്രാലയം നിയോഗിച്ചതും 2 വനിതാ ഉദ്യോഗസ്ഥരെയും. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഓപ്പറേഷൻ സിന്ദൂരിനെ വിവരിച്ചപ്പോൾ ലോകം കണ്ടത് ഭാരതത്തിൻ്റെ നാരീശക്തി കൂടിയാണ്. അനേകം സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ച ഭീകരർക്ക് ചുടുചോര കൊണ്ട് സൈന്യം നൽകിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. തിരിച്ചടിക്കാൻ ഭാരതം തീരുമാനിച്ച നിമിഷം മുതൽ ആ ദൗത്യത്തിൽ മുഴുനീളം സ്ത്രീ സാന്നിധ്യമുണ്ടായിരുന്നു. പാക് ഭീകരർക്ക് രാജ്യം ശക്തമായ മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിൽ വനിതാ ഉദ്യോഗസ്ഥർ നേരിട്ട് ഭാഗമായി. ഒടുവിൽ പാക് ഭീകര പരിശീലന കേന്ദ്രങ്ങളടക്കം തകർത്ത വാർത്ത ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചതും 2 വനിതാ ഉദ്യോഗസ്ഥർ. കരസേനയിൽ കേണലായ സോഫിയ ഖുറേഷി 9 ഭീകരത്താവളങ്ങളാണ് ഭാരതം തകർത്തതെന്ന് സ്ഥിരീകരിച്ചു. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിഴവില്ലാത്ത ആസൂത്രണത്തിലൂടെയാണ് ആക്രമണം നടത്തിയതെന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. രാജ്യത്തെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ക്കാമെന്ന് സ്വപ്നം കാണുന്ന ഭീകരർക്കുള്ള താക്കീത് കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനെ ചെറുക്കാൻ ഭാരതത്തിന്റെ നാരീശക്തി തന്നെ അധികമെന്ന സൂചന ലോകരാഷ്ട്രങ്ങൾക്ക് നൽകുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം. ജനം, ഡൽഹി.